26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പെട്രോൾ ഡീസൽ വില കൂട്ടിയതിനു പിന്നാലെ ഇനി മൊബൈൽ റീചാർജുകളുടെയും വില വർദ്ധിക്കും. വരുന്ന 4 മാസത്തിനിടയിൽ തന്നെ വില വർധനയുണ്ടാകുമെന്നാണ് സൂചന. 12 മുതൽ 15% വരെ വില ഉയരാമെന്നാണ് റിപ്പോർട്ട്. ടെലികോം വിപണിയിലെ കമ്പനികളുടെ ഏകീകരണമാണ് വില കൂട്ടാനുള്ള കാരണമായി പറയുന്നത്. 3 സ്വകാര്യ കമ്പനികളും ഒരു പൊതുമേഖലാ കമ്പനിയും മാത്രമുള്ള വിപണിയിൽ വില വർധനവ് കൂടുതൽ അനുകൂലമായേക്കും. 2Gയിൽ നിന്നും 4G, 5G സേവനങ്ങളിലേക്ക് മാറുന്നതും പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കളുടെ എണ്ണവും കമ്പനികൾക്ക് നേട്ടമായിട്ടുണ്ട്. ഡാറ്റ ഉപയോഗം വർദ്ധിപ്പിക്കുക വഴി ഉപയോക്താവിൽ നിന്ന് ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ടെലികോം കമ്പനികളുടെ ലക്ഷ്യം. 4G, 5G ഉപയോഗം വർദ്ധിക്കുന്നതിനാൽ ഓരോ ഉപഭോക്താവിൽ നിന്നുമുള്ള ഡാറ്റ ഉപയോഗം തുടരും. നിലവിൽ ജിയോയും എയർടെലും 90% ജില്ലകളിലും 5G സേവനങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് 5G സേവനം എത്തിക്കാനാണ് ലക്ഷ്യം. ഇതിനു മുൻപ് 2024 രാജ്യത്ത് പൂർണ്ണതോതിൽ കമ്പനികൾ റീചാർജ് നിരക്ക് കൂട്ടിയത്. 19 മുതൽ 21% നിരക്ക് വർധനവാണ് അന്ന് നടപ്പാക്കിയത്. 2025 അടിസ്ഥാന പ്ലാനുകളിൽ മാറ്റം വരുത്തിയിരുന്നു. അടുത്ത കുറച്ചു മാസങ്ങൾക്കുള്ളിലാണ് ടെലികോം കമ്പനികൾ നിരക്ക് വർധന നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. പക്ഷേ നിരക്ക് വർധന ഉപഭോക്താക്കൾക്ക് താങ്ങാനായേക്കില്ലെന്നാണ് സൂചന. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഇന്ത്യയിൽ ഈടാക്കുന്ന തുക ചൈന, ജപ്പാൻ, കാനഡ പോലുള്ള രാജ്യങ്ങളെക്കാൾ കുറവാണ്. അതിനാൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ വില വർധന ഉപഭോക്താക്കളെ ബാധിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.